പക്ഷെ ഒരു തുണി മാറത്തില്ല. വേറെ പെണ്ണ് മുടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. അതിനകത്ത് വല്ല ഏഷൊക്കെ കാണും. വക്കീലിന്റെ മുണ്ട് അലർജിയാണോ? ആ, എനിക്ക് എന്നെ മുണ്ട് മാത്രമേ കൊടുക്കൂ. എന്നിട്ട് മുണ്ട് കൊടുക്കുന്നില്ലല്ലോ ഇവിടെ. ഇത് സാറിന് കാണണോ? ഇതാണോ എപ്പോഴും സാറിന് കാണണോ? കോടതിയിലെ ഒരു വക്കീല് അല്ലേ? ഗുഡ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. നിന്നെ പോലെ എത്ര കുഞ്ഞുങ്ങളെ കണ്ടു. ഇത് പോകുന്നത് നിന്റെ കോടതിയിലെ രജിസ്ട്രാർക്കാ പോകുന്നത് ഈ വീഡിയോ. ഈ പൊക്ക് നമുക്ക് മാത്രമല്ല നിയമം, ഞങ്ങൾക്കും അറിയാം നിയമം. ഇതാണ് വക്കീല്. ചൂട് തിളച്ച ചായ കണ്ണിലൊഴിച്ചിരിക്കുന്നത്. അയാള് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീല്. അതായത് മുണ്ട് ഉടുക്കാറില്ല. സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ, മുണ്ട് നോക്കി കാണിക്കുക. അത് നാട്ടുകാരുടെ പരാതി തുടർന്ന് ചിത്രീകരിക്കാൻ എത്തിയ നമ്മളുടെ അവസ്ഥ ഇതാണ്. കണ്ടോ, തിളച്ച ചായ ഒഴിച്ചിരിക്കുകയാണ്. തിളച്ച ചായ. ഇന്നലെ ഈ കൊച്ചന്റെ വീട്ടിൽ ചെന്ന് എന്തെല്ലാം വേണം ഉണ്ടായി വിളിച്ചു പറഞ്ഞിട്ട് നടത്തില്ല. പോലീസുകാരെല്ലാം അവരെ തരാം. ശല്യമാണെങ്കിൽ ഇപ്പൊ കാണുന്ന സീനല്ലേ, ആ അറിഞ്ഞു കൊടുക്കണം. അവരെന്തിനാ പ്രതിയാക്കുന്നു? പോലീസ്. എന്തോ ഇദ്ദേഹത്തിന്റെ പേര്? അവന്റെ പേര് ഞാനിപ്പോ വഴിപോക്കനാണ്. ഏത് പോക്കാനാ? എവിടാ പോയത്? അപ്പൊ എല്ലാം പോകുന്നുണ്ടോ കൃത്യമായിട്ട്? ഇവനെ പോലെ ഉള്ളവനെ എടുത്ത് കളയണം. ആ, നിന്റെ അടിക്കാം, അവർക്ക് അടിച്ചു പോകാന്നേ ഉള്ളൂ, നമുക്കടിക്കാം. ഇതിനൊരു തീരുമാനം വേണ്ടായോ? തീരുമാനം എന്തോ ആട്ടിക്കൊടുക്കണം. വീടുകളെ പഠിക്കും. പോലീസുകാരുടെ മുമ്പല്ല, പോലീസുകാർക്ക് അടിക്കാൻ നമുക്കടിക്കാം. പബ്ലിക്കിന് നീ അടിക്കുമല്ലേടാ? ചൂട് ചായ എന്റെ മോന്തയിൽ ഒഴിച്ചതിന് പരാതിയുണ്ട്. ഇതൊക്കെ നല്ല സൂപ്പർ അടി നിനക്ക് കിട്ടും. അപ്പുറത്തൊരു വീട്ടില് ഒരു 2 സ്ത്രീകള് 2 കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ്. അപ്പുറത്ത് ഒരു പ്രവാസിയുടെ വീടാണ്. അവിടെ വന്നിട്ട് രാവിലെ തൊട്ട് ഇതായിരുന്നു പരിപാടി. അപ്പൊ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാല് നഗ്നപ്രവേശം കാണിക്കുക, തുണി ഉരിഞ്ഞു കളയുക. ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ എന്റെ വീടിന്റെ അപ്പുറം വരെ വരും, അതിന് കുറച്ച് അപ്പുറത്തോട്ട് പോകും. അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഒന്ന് സ്റ്റാറ്റസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഒന്ന് വന്നാൽ മതി. ഞാൻ പറയാം സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്കത് അറിയാം. നമ്മളടുത്ത് വൃത്തികേട് കാണിക്കുന്നവരെടുത്ത് വൃത്തികേട് കാണിക്കുന്നവരാണ്. ഈ വേഷത്തിൽ പ്രശ്നം വെള്ളം അടിച്ചിട്ട് നിങ്ങൾ കിടന്ന് നിങ്ങളാ ചെയ്യും. പുള്ളി വക്കീലല്ലേ? നാളെ എന്നോടൊന്നും പറയത്തില്ല. എത്ര വിവരമില്ലാത്ത ഈ വക്കീലോ? പിന്നെ പിന്നെന്താ വിവരമുണ്ട്? നാട്ടുകാർക്കൊക്കെ ഉപകാരം. എന്തൊരു ഉപകാരം, എന്തൊരു ഉപകാരം, വലിയ ഉപകാരം. ഇതറിയില്ലേ? ശല്യം. നിങ്ങൾ ചെന്നിട്ട് അത് അപ്പൊക്കി കാണിക്കില്ല. ശല്യമാണ്. പിന്നെ നല്ല തീരിക്കാൻ തുണി നടക്കും. പൊക്കി കാണിക്കാം. അവിടെ സ്ത്രീകളും മുമ്പിലൊക്കെ കണ്ടിട്ട് പേടി ഓടി പോകും. മുണ്ട് നോക്കി കാണിക്കുന്നതാണ് വക്കീലിന്റെ സ്ഥിരം പരിപാടി. എടുത്തിരിക്കുന്ന തോന്നുന്നുണ്ടോ? അതാ ഇന്നലെ ഈ കൊച്ചന്റെ വീട്ടിൽ ചെന്ന് എന്തെല്ലാം വേണം ഉണ്ടായി വിളിച്ചു പറഞ്ഞിട്ട് നടത്തില്ല. പോലീസുകാരെല്ലാം അവരെ തരാം. ഈ കൊച്ചന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ വീട്ടിൽ ചെന്ന് രാത്രി ചോദിച്ചു അവരുടെ സൈഡാ. അന്ന് ആ പ്രിൻസിപ്പൾ എസ്ഐയോട് ഞാൻ പറഞ്ഞ ഇവനാണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. അപ്പൊ നിനക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അതൊക്കെ അവര് നോക്കൂ. ഞങ്ങള് ഈ ചായ പൈസ ഭീഷണിയുടെ സ്വരം ഈ നാട്ടിൽ പാടില്ല. ഈ മധുരം കൊടുത്തു സാറിനെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ ഒരു തുണി മാറത്തില്ല. വേറെ പെണ്ണ് മുടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. അതിനകത്ത് വല്ല ഏഷൊക്കെ കാണും. വക്കീലിന്റെ മുണ്ട് അലർജിയാണോ? ആ, എനിക്ക് എന്നെ മുണ്ട് മാത്രമേ കൊടുക്കൂ. എന്നിട്ട് മുണ്ട് കൊടുക്കുന്നില്ലല്ലോ ഇവിടെ. ഇത് സാറിന് കാണണോ? ഇതാണോ എപ്പോഴും സാറിന് കാണണോ? ഇതാണ് വക്കീല്. ചൂട് തിളച്ച ചായ കണ്ണിലൊഴിച്ചിരിക്കുന്നത്. അയാള് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീല്. അതായത് മുണ്ട് ഉടുക്കാറില്ല. സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ, മുണ്ട് നോക്കി കാണിക്കുക. അത് നാട്ടുകാരുടെ പരാതി തുടർന്ന് ചിത്രീകരിക്കാൻ എത്തിയ നമ്മളുടെ അവസ്ഥ ഇതാണ്. കണ്ടോ, തിളച്ച ചായ ഒഴിച്ചിരിക്കുകയാണ്. തിളച്ച ചായ. പോലീസ് നിഷ്ക്രിയമാണ്. കാരണം പോലീസ് വക്കീലായതുകൊണ്ട് ഡയറക്റ്റ് ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്.
കോടതിയിലെ ഒരു വക്കീല് അല്ലേ? ഗുഡ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓടാണ് നിന്നെ പോലെ എത്ര കുഞ്ഞുങ്ങളെ കണ്ടത് നീ എനിക്ക് കൊണ്ടുള്ള വിരട്ടും പറഞ്ഞോ, എന്താണ് ഇയാളെ കൊണ്ട് ഇവിടെ ശല്യം? നാട്ടുകാരുടെ അറിവ് കൊടുക്കണം, അവരുടെ കൊടുക്കരുത്. ഈ വക്കീലിവിടെ പൊതുശല്യം എന്ന് പറയുന്നത് സത്യമാണോ? ശല്യമാണെങ്കിൽ ഇപ്പൊ കാണുന്ന സീനല്ലേ, ആ, അറിഞ്ഞു കൊടുക്കണം. അവരെന്തിനാ പ്രതിയാക്കുന്നു? പോലീസ് എന്തോ ഇദ്ദേഹത്തിന്റെ പേര്? അവന്റെ പേര് ഞാനിപ്പോ വഴിപോക്കനാ. ഏത് പോക്കാനാ? എവിടാ പോയത്? അപ്പൊ എല്ലാം പോകുന്നുണ്ടോ കൃത്യമായിട്ട്? പൊതുശല്യമാണല്ലയോ? അതല്ലയോ, എവനെ പോലെ എടുത്ത് കളയണം, എവനെ പോലെ ഉള്ളവനെ എടുത്ത് കളയണം. ആ നിന്റെ അല്ല, അത് ഇതിനൊരു ഇത് വേണ്ടേ? അടിക്കാം, അവർക്ക് അടിച്ചുകൂടാന്നേ ഉള്ളൂ, നമുക്കടിക്കാം. ഇതിനൊരു തീരുമാനം വേണ്ടായോ? തീരുമാനം എന്തോ ആട്ടി കൊടുക്കണം. വീടിങ്ങളെ പഠിക്കും പോലീസുകാരുടെ മുമ്പല്ല, പോലീസുകാർക്ക് അടിക്കാൻ നമുക്കടിക്കാം. പബ്ലിക്കിന് പോലീസിനെ നീ അടിക്കുമല്ലേടാ? ഇവ മുണ്ട ഒടുക്കിയാല പെണ്ണുങ്ങൾക്ക് ഇവിടെ റോഡിൽ കൂടെ ജീവിക്കണ്ട, ഇവിടെ അയൽക്കാർക്ക് ആർക്കും ജീവിക്കാല. സാറേ, തിളച്ച ചായന്റെ മോന്തലൊഴിച്ച് എനിക്ക് പരാതിയുണ്ട്. ആ, തിളച്ച ചായയാണ്, ചൂട് ചായ എന്റെ മോന്തലൊഴിച്ച് എനിക്ക് പരാതിയുണ്ട്. തിളച്ചായാലും നല്ല സൂപ്പർ അടി നിനക്ക് കിട്ടും. 4 അടി നല്ലോണം കിട്ടുന്നില്ല, ഞങ്ങള് മാറും. നിനക്കറിയോ? ഈ പൊക്ക് അവൻ ഇനി പൊക്കത്തില്ല, അവൻ ഇനി പൊക്കത്തില്ല. ഈ പൊക്കെ പൊക്ക് ജനങ്ങൾ മൊത്തത്തിൽ കണ്ട ഇത് പോകുന്നത് നിന്റെ കോടതിയിലെ രജിസ്ട്രാർക്കാ പോകുന്നത് ഈ വീഡിയോ. ഈ പൊക്ക് നമുക്ക് മാത്രമല്ല നിയമം, ഞങ്ങൾക്കും അറിയാം നിയമം. നിയമം വീഡിയോ നോക്കി ഞാൻ കാണിച്ചേ സാറാ, വീഡിയോ നീ വളരെ പുറത്ത് കയറ്റിക്കൊണ്ട് പോയല്ലേ സാറേ? അവനിപ്പം പൊക്കത്തില്ല. നിങ്ങൾ അടിക്കത്തില്ല, നമ്മൾ അടിക്കാൻ സമ്മതിക്കത്തില്ല. അതെന്തോ അല്ല നിനക്ക് അടിക്കാൻ വീഡിയോ ആരും എടുക്കുന്നില്ല, ധൈര്യമായിട്ട് നമ്മളോ അല്ല, നമ്മുടെ ആഗ്രഹം സാധിക്കാൻ. നമ്മുടെ ആഗ്രഹം എന്താണ്? ആഗ്രഹം നിങ്ങൾ ഇത്രയും വിവരവും കാര്യങ്ങളും ഉള്ള ഒരാളല്ലേ, നിങ്ങൾ ഇതായി ഞാൻ ഹൈക്കോടതി അല്ല വളരെ മോശമല്ലേ നിങ്ങൾ? പോടാ അവിടുന്ന്. ഞാൻ നിന്റെ കേസ് പറഞ്ഞു നന്നാക്കൊന്നുമില്ല. നിന്റെ കേസ് ഞാൻ വായിച്ചു. നിങ്ങളൊരു വളരെ മോശമായ പരിപാടിയല്ലേ. എന്തൊക്കെ മോശമായിട്ട് കാണിച്ച ആ പോലീസായാലും പട്ടാളമായാലും ഇവനെ അടിക്കുമെന്നാ പറഞ്ഞത്. പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇവനെ അടിക്ക തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒന്നും അടിക്കാൻ വരാൻ പറയേ. ഇപ്പം കൊടുക്കും. ചവിട്ടില്ല, നീ ഒട്ട ചവിട്ടില്ല, നീ പണ്ണോ? ഞങ്ങളെല്ലാം ഇരിക്കുന്നത് വേറെ വല്ല രാമന്മാരാന്നുള്ള തോന്നലൊക്കെ. അല്ല എന്തോന്ന് അല്ല എന്തോന്ന് മര്യാദ വേറെ അല്ല. ആയോ സീനാറ്റി ഒന്നും കൊടുക്കരുത്, 2 എണ്ണം ചെവിക്കൽ ഇവിടെ കൊടുക്കും. അപ്പുറത്തൊരു വീട്ടില് ഒരു 2 സ്ത്രീകള്, അതിൽ 2 കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ്. അപ്പുറത്ത് ഒരു പ്രവാസിയുടെ വീടാണ്. അവിടെ വന്നിട്ട് രാവിലെ തൊട്ട് ഇതായിരുന്നു പരിപാടി. അപ്പൊ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാല് നഗ്നപ്രവേശം കാണിക്കുക, തുണി ഉരിഞ്ഞു കളയുക, ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ എന്റെ വീടിന്റെ അപ്പുറം വരെ വരും, അതിന് കുറച്ച് അപ്പുറത്തോട്ട് പോകും.
അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി. അങ്ങനെയാണ് ഞാൻ ഏരിയ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കീലാണ്, അപ്പം അവർക്ക് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് ഒരു പോലീസ് വണ്ടി വന്നായിരുന്നു, വന്നിട്ട് ഇവനെ കണ്ടുകൊണ്ടങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വട്ടം ഉള്ള ഇവനെ പറ്റി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഡെയിലി ഇത് തന്നെ, മിക്ക സമയങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന പരിപാടി.